السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, മുത്തുനബിയുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സമയത്ത് ഞാനും അവിടുത്തെ അല്പം വായിച്ച് അവസാനിപ്പിക്കാം. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയമാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തനങ്ങൾക്ക് വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പരവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തുകൾ. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അങ്ങയുടെ കീർത്തി നാഥൻ ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു നിമിഷവുമില്ലെന്നാണ് സത്യം. സ്വലാത്തിന്റെ സ്വരാഗങ്ങൾ സദാ ഹബീബിനെ സമ്മാനിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും അവിടുത്തെ പുകഴ്ത്താത്തയില്ല. മുത്തിന്റെ കീർത്തനങ്ങളിൽ നിന്ന് ഒരു ചെറുതാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ചും കണ്ണിൽ കണ്ടതിനെല്ലാം ആരാധിച്ചും അരുതായി മക്കളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞതരായ അധമ വിഭാഗം അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബിയൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ഹ്രസ്വകാലം കൊണ്ടും ആദമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർഭയം ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തിയവന് പരലോകത്ത് വെച്ച് പ്രതിഫലം കുമ്പാരമുണ്ടെന്ന് സന്ദേശം എത്തിച്ച് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിത്തുകൾ പാകി. വർണ്ണവിജയനത്തെ പിടികടത്തി കറുത്ത ബിലാൽ തങ്ങളെയും വെള്ളുവെളുത്ത സൽമാനുൽ ഫാരിസ് തങ്ങളെയും സഹോദരത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുവർണ വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനിനെ പടിപടിയായി ഉയർത്തിയിരുന്നത്, മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അള്ളാഹു പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്നക അലാ ഖുൽഖിൻ അളീം. നബിയെ, അങ്ങ് വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന് ഈ സ്വഭാവ മഹിമ കണ്ട്, ഈ സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്നും മലിനമാക്കുന്ന ഒരു ദൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഈ പതിവ് ദർശിക്കാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ അന്വേഷിച്ചു. രോഗസ്ത്രീയാണെന്നറിഞ്ഞു, സന്ദർശിച്ചു, രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇയാളെയാണോ ഇത്ര നാൾ ബുദ്ധിമുട്ടിച്ചിരുന്നത്? ഈ സ്വഭാവ മഹിമ കണ്ട് ആ ജൂത സ്ത്രീയും ഉടനടി ഇസ്ലാം പുൽകി. ഇതര മത നേതാക്കൾ പോലും ആ മഹത്വത്തെ വാഴ്ത്തേണ്ടി വന്നു എന്നതാണ് സത്യം. സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മാതാപിതാ സന്താനത്തെക്കാളും സർവ്വസ്വത്തുക്കളെക്കാളും മുത്തിനെ സ്നേഹിക്കുന്നിടത്തോളം നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസികളാവുകയില്ല എന്ന് തന്നെയാണല്ലോ അവിടുന്ന് പഠിപ്പിച്ചത്. നാളെ അവിടോടൊപ്പം സ്വർഗീയ ലോലാപതിയിൽ നമുക്കും പങ്കുചേരാം എന്ന് പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് ചെസ് നമ്പർ 613.